ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹാഫ് kg 1/2 കിലോ സിമ്പിൾ ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിന് നല്ലൊരു ബർത്ത്ഡേ കേക്കായിട്ട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം നമുക്കൊരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കണം. അതിനായിട്ടൊരു ബൗളിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/4 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ കൊക്കോ പൗഡറിൽ കുറച്ച് തരിയൊക്കെ ഉണ്ടാവും, കുറച്ചിങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് സ്പൂൺ വെച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആ ബേക്കിംഗ് പൗഡറും സോഡയൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് ഒരുപോലെ ആവാനായിട്ട്. അപ്പോൾ ഇത് റെഡിയായി, നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിൽ 1/4 കപ്പ് നല്ല ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയിരിക്കണേ. ബ്രൂവിൻ്റെയും അല്ലെങ്കിൽ നെസ്കഫെ പോലുള്ള പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അലിയുന്ന പൗഡർ ആയിരിക്കണം. തരി തരിയായിട്ട് കിടക്കുന്നതായിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ബൗളിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുക. തണുത്ത മുട്ട ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. അത് ഏത് കേക്കിനായാലും അങ്ങനെ തന്നെയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ ഒരു 2-3 മിനിറ്റ് നല്ലോണം ബീറ്റ് ചെയ്യുമ്പോൾ അത് നല്ല ക്രീം പോലെ ആയി വരും. അതല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിക്കാം. കുറച്ചും കൂടി സമയം കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മിക്സിയിലിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം. മിക്സിയിലാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചാൽ മതി. മുട്ട ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നു കഴിയുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. പഞ്ചസാര അളന്നതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചാൽ മതിയേ. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. നല്ലൊരു ക്രീം കളറിൽ നല്ല തിക്കായിട്ട് വരണം. മിക്സിയിലാണെങ്കിൽ വീണ്ടും ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡ് നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി. മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലേ കേക്ക് അതുപോലെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ മുട്ടയുടെ ടേസ്റ്റ് ആ ചൊവയൊന്നും ഇല്ലാതെ വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ആ കളർ കണ്ടല്ലോ, ക്രീം കളറിലായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ചേർക്കുന്ന സമയത്ത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മുട്ടയിലങ്ങ് മിക്സ് ആയിക്കൊള്ളും, വേറെ വേറെ കിടക്കത്തില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർക്കാം. ചൂട് പാലോ തണുത്ത പാലോ ഉപയോഗിക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദയും കൊക്കോ പൗഡറും ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ചെയ്താൽ മതി. ഇനി ബീറ്റർ വേണ്ട. ഒരുപാട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ കുറച്ചായിട്ട് ഈ മൈദയുടെ കൂട്ട് ചേർത്തിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതേ മൈദയെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ചേർത്തു. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോഫിയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോട് കൂടി തന്നെയാണ് ഒഴിക്കേണ്ടത്. നല്ല ചൂട് കോഫിയാണ് ഒഴിച്ചത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിനുള്ള ബാറ്റർ റെഡിയായി. ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് സൈഡിലും താഴെയൊക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, താഴെ മാത്രം വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഈ മാവിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ കുറച്ച് ഹൈറ്റിൽ നമ്മൾ ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ അഥവാ കേക്ക് കുറച്ച് നല്ലോണം ഒന്ന് പൊങ്ങി വന്നാലും പാൻ ചെറുതാണെങ്കിലും പ്രശ്നമൊന്നും വരത്തില്ല. ആ കേക്കിന് ആവശ്യത്തിന് പൊങ്ങി വരാനുള്ള സ്പേസ് ഉണ്ടാവും. അതിനായിട്ടാണ് ബട്ടർ പേപ്പർ ഞാനങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. ഇത് കുറച്ച് ചെറിയ പാനല്ലേ, 6 ഇഞ്ച് പാനാണ്. അപ്പോൾ കേക്കിന് കുറച്ച് ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. ഒരു 8 ഇഞ്ചിൻ്റെ കുറച്ചും കൂടി പരന്ന പാനാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കേക്ക് കുറച്ചും കൂടി സമയം ഒരു 25 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ റെഡിയാവും. അപ്പോൾ ഞാനിത് ചൂടാക്കിയിട്ട് ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു 35 മുതൽ 40 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യും. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 45 മിനിറ്റ് എടുത്തു കേട്ടോ. ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് 45 മിനിറ്റ് എടുത്തു. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹൈറ്റ് ഉള്ള കേക്ക് ആയതുകൊണ്ടാണ് സമയം കൂടുതൽ എടുത്തത്. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂട് മാറാനായിട്ട് വയ്ക്കാം.
അപ്പോൾ ഞാനിനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബാക്കി സാധനങ്ങളൊന്ന് റെഡിയാക്കുവാണേ. അപ്പോൾ ഒരു പേപ്പറിൽ ഇതേ ഹാർട്ടിൻ്റെ ഷേപ്പിൽ കുറച്ച് ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കൈവച്ച് വരച്ചെടുത്താലും മതി. ഹാർട്ടോ അല്ലെങ്കിൽ സ്റ്റാറോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ 4 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിറ്ററാണ്. ഇത് എഡിബിൾ ഗ്ലിറ്റർ ആണ് കേട്ടോ. അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഗ്ലിറ്റർ ആണ്. ഇത് സാധാരണ ബേക്കിംഗ് സാധനങ്ങളൊക്കെ കിട്ടുന്ന എല്ലാ കടകളിലും ഉണ്ടാവും. എല്ലാ കളറിലും കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സിൽവർ കളറാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു വുഡൻ സ്റ്റിക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഏതായാലും മതി. എന്നിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ചിട്ട് ഈ സ്റ്റിക്ക് അതിനകത്തോട്ട് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കാം. ഇനി നമ്മൾ ആ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത സൈഡിൽ നല്ലോണം ഒന്ന് ഗ്ലൂ തേച്ചിട്ട് അത് ഇതുപോലെ ഗ്ലിറ്ററിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഗ്ലിറ്റർ ഫുൾ അതിനകത്തോട്ട് അങ്ങ് ഒട്ടിയിരിക്കും. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വുഡൻ സ്റ്റിക്ക് നമ്മൾ കേക്കിൽ കുത്തി വെക്കുകയാണ്. അപ്പോൾ അവിടെയൊന്നും ഗ്ലൂ ഒന്നും ആവാതെ നോക്കണം. ഗ്ലിറ്റർ ആയാലും കുഴപ്പമില്ല, കാരണം ഗ്ലിറ്റർ എഡിബിൾ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 4 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും ചെയ്തു വെക്കണം കേട്ടോ. എന്നാലേ ആ സ്റ്റിക്കിലോട്ടൊക്കെ അത് നന്നായിട്ട് ഒട്ടി അങ്ങ് ഇരിക്കത്തുള്ളൂ, ഇളകിപ്പോവാതെ. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ ക്രീം ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വിപ്പിംഗ് ക്രീം എടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കുറച്ചൊന്ന് തിക്കായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫിയോണ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അതുകൊണ്ട് ആ ക്രീമിൽ തന്നെ നല്ല മധുരമുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ പിന്നെ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഈ ക്രീം ഒന്ന് തിക്കായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ കൊക്കോ പൗഡറിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇത് ബീറ്റ് ചെയ്ത് നല്ല തിക്കായി വരുന്നത് വരെ ചെയ്യാം. ഇതുപോലെ ആയി കിട്ടണം. അപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം റെഡിയായി. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടൊക്കെ മാറിയിരിപ്പുണ്ട്. കണ്ടല്ലോ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിലൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് നമുക്കിനി 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ ലെയറിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പ് എന്ന് വെച്ചാൽ ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് അതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കുമ്പോൾ പഞ്ചസാര ഒന്ന് വെള്ളത്തിൽ അലിഞ്ഞു കിട്ടണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ ചൂട് നന്നായിട്ട് മാറിക്കഴിയുമ്പോഴാണ് യൂസ് ചെയ്യാനുള്ളത്. പക്ഷേ എല്ലാ കേക്കിലും നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം തന്നെ ഡെക്കറേറ്റ് ചെയ്ത് ഉടനെ തന്നെ ഉപയോഗിക്കുന്ന കേക്കാണെങ്കിൽ, കട്ട് ചെയ്ത് കഴിക്കുന്ന കേക്കാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തലേ ദിവസമൊക്കെ കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കാനാണെങ്കിൽ ആ കേക്ക് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് കുറച്ച് ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം പോലെ ചെയ്യാം. ഞാനിതിപ്പം ഒരു ദിവസം മുന്നേ റെഡിയാക്കി വെക്കുന്ന കേക്ക് ആയതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു ബ്രഷോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബട്ടർ ക്രീം തേച്ച് കൊടുക്കാം. ക്രീമൊക്കെ എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. എന്നിട്ട് അടുത്ത ലെയർ കേക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഓരോ ലെയറിലും ക്രീമിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ ലെയറും കേക്ക് വെച്ചു. ഇനി കേക്ക് നമുക്ക് ഫുള്ളായിട്ട് കേക്കിൽ കവർ ചെയ്തെടുക്കണം. ഇതിനകത്ത് നമ്മൾ പുറത്ത് പൈപ്പിംഗ് ചെയ്യുന്നുണ്ട്, റോസസ് പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, നല്ല സ്മൂത്തായിട്ട് വരണം എന്നില്ല. ജസ്റ്റ് കേക്കിൽ നല്ലോണം ഒന്ന് കവർ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലൊരു സ്ക്രേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇത് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ക്രീമിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അടുത്ത ദിവസമാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഉടനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല. ഈ കേക്കിൽ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പർപ്പിൾ കളറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഓപ്പൺ സ്റ്റാർ നോസിലാണ്
ഇതാണ് ചെറിയ നോസൽ. ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ റോസസ് പൈപ്പ് ചെയ്യാം. എപ്പോഴും നമ്മൾ കേക്കിൻ്റെ ഏറ്റവും താഴത്തൊക്കെ ഇങ്ങനെ പൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയുടെ അതേ ലെവലിൽ കേക്ക് ഇരിക്കുവാണെങ്കിൽ എളുപ്പമാണ്. കിച്ചൺ സ്ലാബിലൊക്കെ വെച്ച് കുറച്ചിങ്ങനെ താഴ്ന്നിരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ ലെയറൊക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഞാൻ എൻ്റെ ഓവൻ്റെ മുകളിലോട്ടാണ് ഈ കേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ കൈയുടെ അതേ ലെവലിൽ വരുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, നല്ല ബാലൻസ് കിട്ടും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ റോസസ് നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അത് 2 ലെയർ ഞാൻ ഇതുപോലെ റോസസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഉള്ള ലെയേഴ്സ് ഞാൻ പിങ്ക് കളറിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒറ്റ കളർ വെച്ചിട്ടും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് ഒരു ഭംഗിക്കായിട്ട് 2 കളർ ചെയ്യുന്നേ ഉള്ളൂ. അതേ സെയിം നോസിൽ തന്നെയാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഓപ്പൺ സ്റ്റാർ നോസിൽ തന്നെയാണ്. അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെറിയ റോസസ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ പൈപ്പ് ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരുന്നുണ്ടെങ്കിൽ ഇതേ സെയിം നോസിൽ വെച്ച് തന്നെ വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കുഞ്ഞ് സ്റ്റാർ പോലെ വരും. അത് വെച്ച് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. നല്ലൊരു ഡിസൈൻ പോലെ തന്നെ വരും. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർ പോലെ അങ്ങ് വരും. ഇനി ഏറ്റവും മുകളിലും ഇതുപോലെ തന്നെ പൈപ്പ് ചെയ്ത് കൊടുക്കുക. മുകളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കിച്ചൺ സ്ലാബിൽ വെച്ച് തന്നെ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു ബാലൻസ് കിട്ടും. ഇത് ഫുള്ള് നമുക്ക് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. കേക്ക് ഫുള്ളായിട്ട് നമ്മൾ റോസസ് പൈപ്പ് ചെയ്തു. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കേക്ക് ടോപ്പറും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ വേണമെങ്കിൽ ഇതുപോലെ ഒരു പേപ്പറിൽ ഹാപ്പി ബർത്ത്ഡേ എന്നോ അല്ലെങ്കിൽ പേരോ ഒക്കെ എഴുതിയിട്ട് ആ 2 കേക്ക് ടോപ്പറിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. വെറുതെ പേപ്പറിൽ ഞാൻ ചെയ്ത് വെച്ചതാണേ. നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.